എത്തിക്കും. വിവേകിന്റെ കല്യാണത്തിന്റെ അന്ന് അതേ മണ്ഡപത്തിൽ വെച്ച് മിഥുൻ എന്റെ കഴുത്തിൽ താലി കെട്ടുന്ന പോലെ കാര്യങ്ങൾ ഞാൻ എത്തിക്കും. ഇപ്രാവശ്യം നീ കുറച്ച് ബുദ്ധിയോടെ ചിന്തിക്കുന്നുണ്ട്. മറ്റൊരു മാർഗമില്ലെങ്കിൽ ഏതറ്റം വരെയും പോയി കാര്യങ്ങൾ സാധിച്ചെടുത്തല്ലേ പറ്റൂ. എന്നാ പിന്നെ ആയിക്കോട്ടെ. നീ ഒരുക്കുന്ന സകല നാടകങ്ങൾക്കും എന്റെ എല്ലാ പിന്തുണയും ഉണ്ടാവും. താങ്ക് യു സോ മച്ച് ആന്റി. മേഘന് ജീവനോടെ ഇല്ലെന്ന് ഇപ്പോഴും ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചിട്ടൊന്നുമില്ല. ഏതെങ്കിലും ശവക്കുഴിന്ന് വീണ്ടും മിഥുന്റെ ജീവിതത്തിലേക്ക് അവൾ എഴുന്നേറ്റ് വന്നേക്കാം. മരിച്ചിട്ടില്ല അവൾ. കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടാലും വീണ്ടും കൂടുന്ന ഒരു പ്രത്യേക ജീവി അവള്. അവൾ ഉയർത്തെഴുന്നേറ്റ് വരും മുമ്പ് എനിക്ക് എന്റെ സ്ഥാനം ഉറപ്പാക്കണം. അതിന് ഞാൻ വിവേകിന്റെ കല്യാണവേദി ഉപയോഗിക്കും. എത്രയും പെട്ടെന്ന് അതിനുള്ള ഒരുക്കങ്ങൾ നടത്താം. ശരു, നീ വീട്ടിലേക്ക് പൊയ്ക്കോ. ചേച്ചി എവിടെ ഇങ്ങനെ ഒറ്റയ്ക്കാക്കിയിട്ട് എനിക്കെങ്ങനെ വീട്ടിൽ പോവാൻ സാധിക്കുക? ഞാൻ എന്റെ വഴി എന്തേലും നോക്കിക്കോളാം. ഫലം കിട്ടുമെന്നറിയില്ല. എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ പഴിച്ചാരലുകൾക്ക് ഞാൻ മാത്രം വിധേയായിക്കോളാം. നീ അതിൽ ഉൾപ്പെടണ്ട. ഇത്തരൊരവസ്ഥയില് നീ ഇവിടെ വേണ്ട ചരു. വിവേക്, ചരുവിന് പറഞ്ഞു വിട്ടിട്ട് വാ. ആയിക്കോട്ടെ അടുത്തി. മേഘനടുത്തി, ഏട്ടത്തി ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യും. ഞാനൊന്ന് അകത്തിയെന്ന് അവിടെ ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി ഏട്ടത്തി ഇൻഫോം ചെയ്യാം. ശരി വിവേക്. ശരി. വിവേക്, വീട്ടിലേക്ക് വന്ന് കേറിയതേ ഉള്ളൂ. അപ്പോഴേക്ക് എങ്ങോട്ടാടാ വീണ്ടും പുറത്തേക്ക്? അങ്ങനെയൊന്നുമില്ല മോം. കയറി വന്നപ്പോ ഡോറ് ക്ലോസ് ചെയ്യാൻ വിട്ടുപോയി. അതുകൊണ്ട് ഡോറ് ക്ലോസ് ചെയ്യാൻ വേണ്ടി പോയതാ. അതിരിക്കട്ടെ, ഇത്രയും നേരം എവിടെ പോയതായിരുന്നു നീ? ഇതിങ്ങനെ പോയാൽ എനിക്ക് പണിയാവുമല്ലോടാ. നിന്നെ ഓടിച്ചിട്ട് പിടിച്ച് കല്യാണം കഴിപ്പിക്കേണ്ടി വരുമോ? രാത്രിയൊന്നും ഇല്ല, വെളുപ്പാങ്കാലൊന്നും ഇല്ലാതല്ലേ നടത്തം. അങ്ങനെയൊന്നുമില്ല മോം. അല്ല, മോം എന്താ ഇതുവരെ കിടന്നില്ലായിരുന്നോ? എന്തോ ഉറക്കം കിട്ടുന്നില്ലടാ. അത്താഴോട്ട് കഴിച്ചതുമില്ല. വാ, നീ എന്റെ കൂടെ ഇരുന്ന് കഴിക്കും. എനിക്കെന്തോ നല്ല വിശപ്പില്ല മോം. പുറത്തുനിന്ന് നീ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ, പിന്നെന്താ വിശപ്പില്ലാത്തത്? നിന്റെ വിളച്ചലൊന്നും എന്റെ അടുത്ത് വേണ്ട. വാടാ. ഇതാ വരാ മോം. മോം ചെന്ന് വിളമ്പി വെച്ചോളൂ. ഞാനിതപ്പോ വരാം. ഏട്ടത്തി, മോം ഇതിൽ ഉറങ്ങിയിട്ടില്ലെന്നേ. ഡൈനിങ് ഹാളിൽ ഇരിപ്പുണ്ട്. അപ്പൊ ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? ഞാൻ പോയി നമ്മുടെ മെയിൻ സ്വിച്ച് അങ്ങ് ഓഫ് ചെയ്യാം. വീട് മൊത്തം ഇരുട്ടായി കഴിയുമ്പോ തന്നെ ആരും കാണാതെ ഓടി ഏട്ടന്റെ മുറി കയറിക്കൊള്ളണം. ഭസ്മം ഇട്ട് കങ്കണം കെട്ടി പെട്ടെന്ന് സ്ഥലം വിട്ടോ. ശരി വിവേക്. ഏട്ടത്തി, അല്ല എല്ലായിടത്തും പവർ ഉണ്ടല്ലോ.
നമ്മുടെ വീട്ടിൽ മാത്രമേ പോയുള്ളൂ എന്നായ ഉടനെ തന്നെ എൻ്റെ മോമും ഗ്രൂപ്പും മെയിൻ സ്വിച്ചിന് അടുത്തേക്ക് വരും. അവര് വന്ന് മെയിൻ സ്വിച്ച് ഓൺ ചെയ്യുന്നതിന് മുമ്പ് ഏട്ടത്തി വിട്ടോണം കേട്ടോ. ഏട്ടനെ നോക്കി നിൽക്കല്ലേ. ഞാൻ പോയിക്കോളാം. എന്നാ ഞാൻ മെയിൻ ഓഫ് ചെയ്യാൻ പോവാണേ. ഇതെന്താ അസമയത്ത് പവർ പോയത്? ഹേ, ആരത്? ആരാ പോകുന്നത്? ആരാത്? ആരാത്? ആരാ പോയത്? ആരാണെന്ന്? ആരത്? പ്രിയമതെ, എന്തു പറ്റി നിനക്ക്? എന്തിനു ഒച്ച വെക്കുന്നെ? ഇരുട്ടത്താരോ എന്നെ കടന്നുപോയതുപോലെ എനിക്ക് തോന്നി അരുണിമേച്ചി. ആരാണെന്ന് ചോദിച്ചിട്ട് ഒരക്ഷരവും മിണ്ടിയില്ല. ഇരുട്ടത്ത് വല്ല നിഴലും കണ്ട് നീ പേടിച്ചതായിരിക്കും പ്രിയമതെ. അതൊന്നും അല്ല ചേച്ചി, എന്റെ കൺമുമ്പിൽ കൂടെ ഒരാള് പോയേ ഞാൻ കണ്ടതാ ചേച്ചി. മോം, അത് ഞാനായിരുന്നു. ഞാൻ കുറച്ചു നേരമായി ഇവിടെ കിടന്ന് ഇങ്ങനെ വട്ടം കറങ്ങുന്നു. എന്നെ കണ്ടപ്പോ മോം തെറ്റിദ്ധരിച്ചതായിരിക്കും. അല്ലടാ, ആണിനെ പെണ്ണിനെയും കണ്ട തിരിച്ചറിയാത്ത വിധം എന്റെ തലയ്ക്ക് ഓളൊന്നുമില്ല. എന്റെ കൺമുമ്പിൽ കൂടെ പോയത് അതേതോ സ്ത്രീയാണെന്ന് എനിക്ക് ഉറപ്പാ. ആന്റി, കറണ്ട് പോയല്ലോ. AC ഇല്ലാണ്ട് ഭയങ്കര ചൂട്. അകത്തിരിക്കാൻ പോലും പറ്റുന്നില്ല. അതിനിടയ്ക്ക് ആന്റിയുടെ ബഹളവും കൂടിയായപ്പോ മതിയായി. അല്ല, എന്താ ഇവിടെ സംഭവിച്ചേ? പവർ പോയതും ഇരുട്ടത്തൊരു പെണ്ണ് എന്റെ മുൻപിൽ കൂടെ അകത്തോട്ട് കയറിപ്പോയി. ആരാണെന്ന് ചോദിച്ചിട്ട് ഒരക്ഷരം പോലും പറഞ്ഞതുമില്ല. പകരം ഇവരൊക്കെ ഞാൻ എന്തോ നിഴല് കണ്ട് പേടിച്ചതാണെന്നാ പറയുന്നേ. ആന്റി, സത്യത്തിൽ ആന്റി ഇരുട്ടത്ത് വേറെ എന്തോ കണ്ട് മറ്റെന്തോ ആണെന്ന് തെറ്റിദ്ധരിച്ചു കാണും. എന്നാൽ ഈ പോയ കറണ്ട് എപ്പോഴാ വരിക നോക്ക ആന്റി. എല്ലാ വീട്ടിലും ഉണ്ടല്ലോ, നമുക്ക് മാത്രമേ പോയിട്ടുള്ളൂ. അത് ശരിയാണല്ലോ. മെയിൻ സ്വിച്ചിന്റെ അടുത്ത് വല്ല ഫ്യൂസും പോയോ? ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരട്ടെ. ഈശ്വര, മോം ഇപ്പൊ പവർ ഓൺ ചെയ്താ ഏട്ടത്തി ആകെ കുഴപ്പത്തിലാകുമല്ലോ. കാര്യം കഴിഞ്ഞൊന്ന് ഏട്ടത്തി പെട്ടെന്ന് വന്നാ മതിയായിരുന്നു. ഇത് മനഃപൂർവ്വം ആരോ മെയിൻ ഓഫ് ചെയ്താണല്ലോ. ഓ മൈ ഗോഡ്, കറണ്ട് വന്നു. ആന്റി, ഗുഡ് നൈറ്റ്. ഉറങ്ങാൻ കിടക്കുന്നവരെ ഇല്ലായിരുന്ന കുറി ഇപ്പൊ എങ്ങനെ വന്നു? ആരായിരിക്കും ഇത് തൊട്ടത്?
ഇത് അതിശയമാണല്ലോ. എന്റെ കയ്യിൽ ഇത് ആരാ കെട്ടിയത്? ഞാൻ ഉറങ്ങാൻ കിടക്കുന്നവരെ ഇതൊന്നും ഇല്ലായിരുന്നു. എന്റെ ഭഗവാനെ, മിഥുനേട്ടൻ അതെങ്ങനെ അടിച്ചു കളയോ? അങ്ങനെ ചെയ്താ പൂജ ഒന്നേന്ന് തുടങ്ങേണ്ടി വരും. മേഘിനടുത്ത് ഇപ്പോഴെങ്ങാനും പുറത്തു വന്ന പെട്ടത് തന്നെ. ഭഗവാനെ, ഏട്ടത്തെ കാത്തോളണേ. ആരാണെന്ന് അറിയില്ല, മെയിൻ ഓഫ് ചെയ്തിരിക്കുന്നു. പോട്ടെ, നീ വലുതും കഴിച്ചോ. ഞാൻ പിന്നെ കഴിച്ചോളാം മോം. ഞാൻ നിനക്കുള്ളത് വിളമ്പി വെച്ചിട്ടുണ്ട്. മര്യാദയ്ക്ക് ഒന്ന് കഴിച്ചോ. മോം. വാ, മോം. ഇരിക്കവിടെ ഇരിക്കും. ഇനി മോൻ വല്ല പൂജയും ചെയ്യിച്ചു വന്ന് കെട്ടിയതായിരിക്കും. മിഥുനേട്ടന്റെ അടുത്ത് കിടക്കുന്ന ഈ കുട്ടി ആരാ? മിഥുനേട്ടന്റെയും മഞ്ജരിയുടെയും കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ പിന്നെ അവരുടെ രണ്ടുപേരുടെയും കുഞ്ഞായിരിക്കാൻ സാധ്യതയില്ല. മതി മോം, മതി. നീ കഴിച്ചോണ്ടിരിക്കെ, ഞാനിപ്പോ വരാം. ആന്റി, എന്താ ഇത്ര ഗാഢായിട്ട് എന്താ ആലോചിക്കുന്നേ? ഇരുട്ടത്ത് ആരോ എന്റെ മുമ്പിൽ കൂടെ നടന്നു പോയതാണ് മഞ്ജരി. അതാരാണെന്ന് ആലോചിക്കായിരുന്നു. ഈശ്വര, ആരും എന്താ ഇവിടെ വിട്ട് പോവാത്തെ? എന്താ ചെയ്യാ? മേഘിനടുത്ത് ബുദ്ധിയോടെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ പിടിക്കപ്പെടും. അയ്യോ ആന്റി, ആര് വരാനാ ഇവിടെ? വെറുതെ ആന്റി കാട് കയറി ചിന്തിക്കണ്ട കേട്ടോ. നമുക്കൊന്ന് മുകളിലുള്ള റൂംസിലെ കയറി നോക്കിയാലോ? എന്നാലേ എന്റെ മനസ്സിനൊരു ആശ്വാസമാവും. മോൻ മുകളിൽ ചെന്ന് എല്ലാ റൂമിലും നോക്കിക്കാണും. പക്ഷെ മുഖത്തൊരു ഭാവവ്യത്യാസമില്ലല്ലോ. അപ്പൊ മേഘനടുത്ത് രക്ഷപ്പെട്ടിട്ടുണ്ട്. അല്ല, ഇതിലേ ആയിരിക്കും മേഡത്തി രക്ഷപ്പെട്ടത്. രക്ഷപ്പെട്ടു. ആരും കാണാതെ മേഘനടുത്ത് ഇവിടുന്ന് ഇറങ്ങിയല്ലോ. താങ്ക് ഗോഡ്. എന്തു പറ്റി ആന്റി? മുകളിൽ ആരെ ആന്റി കണ്ടത്? റൗഡിയോ കള്ളനോ മറ്റോ ആണോ? ആരെങ്കിലും പിടിച്ചോണ്ട് വരുമെന്നാ ഞാൻ കരുതിയേ.
മുകളിലെങ്ങും ആരുമില്ല മഞ്ജരി. ചിലപ്പോ എനിക്ക് തോന്നിയതായിരിക്കും. അതല്ലേ ഞാൻ നിന്നോട് പറഞ്ഞത്. നീ വേണ്ടാത്തതൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നടന്നിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ കാണുന്നത്. ചെന്ന് കിടക്ക്. ഗുഡ് നൈറ്റ്. ഉം. ഗുഡ് നൈറ്റ്. നിനക്കെന്താടാ കൊറേ നേരം ആയല്ലോ ഈ ഇരിപ്പ്? അല്ല മോം വന്നിട്ട് കഴിക്കാമെന്ന് കരുതി ഞാൻ വെയിറ്റ് ചെയ്തതാ. എന്റെ വിശപ്പൊക്കെ പോയടാ. നീ കഴിച്ചോ? ചേട്ടാ, അരുണിമേ, കാലത്തെ വരൂന്നല്ലേ പറഞ്ഞിരുന്നേ? എന്താ ഇത്ര ലേറ്റ് ആയേ? ഫ്ലൈറ്റ് കുറച്ച് ഡിലേ ആയിരുന്നു അരുണിമേ. വല്യച്ഛാ! വല്യച്ഛാ, അമേരിക്കയിൽ പോയിട്ട് പോയ കാര്യങ്ങളൊക്കെ നടന്നില്ലേ? അത് പിന്നെ നടക്കാതിരിക്കോ? ഞാൻ വെക്കേഷൻ ആസ്വദിക്കാൻ വേണ്ടി പോയതൊന്നുമല്ലല്ലോ. ബിസിനസ് കാര്യങ്ങൾക്ക് വേണ്ടി പോകുമ്പോ അതൊക്കെ നോക്കിയല്ലേ വരൂ. മീറ്റിംഗും ഫയൽസും പ്രോജക്റ്റും ഒക്കെ ആയിട്ട് ബിസി ആയിരുന്നു. അല്ല ഏട്ടാ, യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാം ഭംഗിയായിരുന്നു. അതിരിക്കട്ടെ, മിഥുനും ചക്കിയുടെ ഇവിടുണ്ട്. അപ്പൂപ്പന്റെ ചക്കി. ഉമ്മ. മോളുടെ കാലുവേനൊക്കെ മാറിയോ? അതൊക്കെ എപ്പോഴേ മാറി. എന്നാലും ആള് കൊള്ളാലോ. ചക്കിമോളെ എത്തിച്ചു പോയിട്ട് എത്ര നാളായെന്നറിയോ അപ്പൂപ്പന്? അമേരിക്ക ചെന്നപ്പോ ഈ ചക്കിമോളെ അപ്പൂപ്പൻ മറന്നോ? അല്ല, ആരാ ഈ ചക്കിമോള്? അപ്പൂപ്പൻ അങ്ങോട്ട് മനസ്സിലായില്ലല്ലോ. നേരെ വന്ന് എളിയിലോട്ട് കയറിയിരിക്ക. എന്തിനാ ചുമ്മാ എന്റെ അടുത്ത് അഭിനയിക്കുന്നേ? അപ്പൂപ്പൻ ശരിക്കും ചക്കിമോളെ മറന്നുപോയി. അല്ലെങ്കിൽ നേരത്തെ തന്നെ ഇങ്ങോട്ട് വന്നേനെ. ഇത്രയും നാൾ അമേരിക്കയിൽ തന്നെ നിക്കില്ലായിരുന്നു. അവിടെ കമ്പനിയിലുള്ളവരൊക്കെ കുറെ നാൾ കൂടെ നിൽക്കാൻ പറഞ്ഞതാ. അപ്പൊ ഞാനെന്താ പറഞ്ഞെന്നോ, എന്റെ ചക്കിമോൾ എന്നെയും കാത്ത് അവിടെ ഇരിപ്പുണ്ടായിരിക്കും, എത്രയും പെട്ടെന്ന് ഇന്ത്യയിലേക്ക് പോണം, അല്ലെങ്കിൽ അവൾ എന്നെ തല്ലി കൊല്ലൂന്ന് പറഞ്ഞു. ചക്കിമോളുടെ പേരും പറഞ്ഞ് അവന്മാരെ പേടിപ്പിച്ചിട്ടാ ഞാൻ ഓടി വന്നേ. അവിടെ എന്റെ പേര് പറഞ്ഞ പേടിക്കുന്നവരെ കണ്ട അപ്പൂപ്പ? പിന്നെ ഇല്ലേ, മോളുടെ കാര്യം പറഞ്ഞപ്പോഴാ അവരെന്നെ പോകാൻ അനുവദിച്ചേ. ഒന്ന് പോവു ചേട്ടാ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവള് വിശ്വസിക്കുന്നതാണോ? ഡാഡ്, അവിടെ ചെന്നിട്ട് ആ പ്രോജക്റ്റിന്റെ കാര്യം ഇടം വരെ ഓൾമോസ്റ്റ് എല്ലാം ഓക്കെയാ. ഡീറ്റെയിൽസ് ഒക്കെ ഇങ്ങോട്ട് അയക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് വേണം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാൻ. ദേ തുടങ്ങി. പിന്നെ രണ്ടാളും കൂടി ബിസിനസ് കാര്യം പറയാ. ഞാനിപ്പോ ഇവിടുന്ന് പോവാ. ഇവിടെ ഇരുന്ന് ഇതൊക്കെ കേട്ട് എനിക്ക് പ്രാന്താകും. ചക്കിമോളെ, ചക്കി ചക്കി. അരുണിമേ, വീട്ടിൽ വേറെ വല്ല പൂജ നടത്തിയായിരുന്നോ? ഇന്നലെ ഭാർഗവ പണിക്കർ അമ്പലത്തിലേക്ക് വിളിപ്പിച്ചിരുന്നു. അല്ല, ആ പൂജയുടെ കാര്യങ്ങൾ നിങ്ങളെങ്ങനെ അറിഞ്ഞ്? പണിക്കര് നിങ്ങളെ മറ്റും അങ്ങോട്ട് വിളിച്ചിരുന്നോ? എല്ലാരെങ്കിലും പറഞ്ഞു തന്നെ അറിയണമെന്നില്ലല്ലോ. പലതും കണ്ടു മനസ്സിലാക്കാനുള്ള പ്രായമായില്ലടി എനിക്ക്. ഒരു പൂജ നടന്നിട്ടുണ്ടെന്ന് അറിയാൻ ഇതിന്റെ കൈ കെട്ടിയിരിക്കുന്ന കങ്കണം കണ്ടാ മതിയല്ലോ.